മണ്ണു മനുഷ്യർ ആഘോഷത്തെ പറ്റി അവർ എന്താണ് ജോവാൻ പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് ഇത് ഒരു ആഘോഷമാണെന്നാണ്. സ്പെയിനിലെ തക്കാളിയേറ് മത്സരം പോലെ. നീ എന്നെ കളിയാക്കുകയാണോ? ഇത് മനുഷ്യരുടെ മേൽ മണ്ണെറിയുന്നതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരി, ഞാൻ വിവരിക്കാം. ശരി, എന്നോട് പറയൂ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഫിലിപ്പീൻസ് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് മണ്ണുമനുഷ്യർ ആഘോഷം. ശരിക്കും? അതെ. ഈ ആക്രമണത്തിനു ശേഷം സുവിശേഷ ഗ്രാമത്തിൽ നിന്നുള്ള എല്ലാ പുരുഷന്മാരെയും ദേവാലയത്തിനു മുന്നിൽ കൊല്ലുന്നതിനു വേണ്ടി അണിനിർത്തി. ഓ, ജപ്പാൻകാർ അത്രയും ദുഷ്ടന്മാരായിരുന്നു? അതെ ജിം, അപ്പോൾ യുദ്ധകാലമായിരുന്നു. അന്ന് എല്ലാവരും ഒത്തിരി കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു. സ്ത്രീകളും കുട്ടികളും അവരുടെ പുരുഷന്മാർക്കു വേണ്ടി സ്നാപക യോഹന്നാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തു പറ്റി? വലിയൊരു മഴ പെയ്തു. അവരുടെ പടക്കോപ്പുകളെല്ലാം നശിഞ്ഞു. അങ്ങനെ പുരുഷന്മാരെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ ഈ സംഭവത്തിൽ എവിടെയാണ് യോഹന്നാനും മണ്ണുമനുഷ്യരും? ശ്രദ്ധിക്കേ, അവരുടെ ജീവൻ രക്ഷപ്പെട്ടപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും നിലത്തു കിടന്നുരുണ്ട് ആഘോഷിച്ചു. അവരെ കണ്ടാൽ മണ്ണുമനുഷ്യരെ പോലെയായിരുന്നു. അത് വളരെ രസകരമായിരിക്കുന്നു. എന്നാൽ അവർ വിശുദ്ധരെ പോലെ തോൽ വസ്ത്രം ഉടുത്തിരുന്നോ? തോലല്ലായിരുന്നു, വാഴയിലയായിരുന്നു അവർ ശരീരം മറയ്ക്കാൻ ഉപയോഗിച്ചത്. എങ്കിൽ മണ്ണുമനുഷ്യർ ആഘോഷത്തെ പറ്റിയുള്ള TV വാർത്ത എന്താണ്? അത് ആഘോഷത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു ജിം. എന്നാൽ എന്തുകൊണ്ടാണ് അവർ ജനങ്ങളിൽ നിന്ന് മെഴുകുതിരികൾ സംഭരിക്കുന്നത്? അപ്പോൾ നീ ഇത് ശ്രദ്ധിച്ചോ? ഈ തിരികൾ സംഭരിക്കുന്നത് സ്നാപക യോഹന്നാന്റെ പള്ളിയിൽ കത്തിക്കുന്നതിനാണ്. ഇന്ന് സ്നാപക യോഹന്നാന്റെ കഥ വിവരിക്കാൻ നമുക്ക് എന്തായാലും ഫ്രാൻസിസ് അങ്കിളിനോട് പറയാം. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ ഫ്രാൻസിസ്, ഞങ്ങൾ സ്നാപക യോഹന്നാനെ പറ്റിയുള്ള ഒരു രസകരമായ റിപ്പോർട്ട് കണ്ടു. അത് ഫിലിപ്പീൻസിലെ മണ്ണുമനുഷ്യരെ പറ്റിയുള്ള കഥയായിരുന്നു. ഓ, അപ്പോൾ നിങ്ങളത് കണ്ടോ? ഫിലിപ്പീൻസിലെ ജനങ്ങൾ സ്നാപക യോഹന്നാന്റെ ഉറച്ച വിശ്വാസികളാണ്. ഞാൻ ഇന്നലെ നിർത്തിയിടത്ത് നിന്ന് ഇന്ന് തുടങ്ങാം. കാരണം അടുത്ത ഭാഗം ഉൾക്കൊള്ളുന്നത് സ്നാപക യോഹന്നാന്റെ കഥയാണ്. അത് മനോഹരമായിരിക്കുന്നു അങ്കിൾ. ദയവായി തുടങ്ങൂ. സക്കറിയായുടെയും എലിസബത്തിന്റെയും മരണത്തിനു ശേഷം യോഹന്നാൻ കർത്താവിന്റെ സംരക്ഷണത്തിൽ വളരെ കാലം മരുഭൂമിയിൽ ജീവിച്ചു. നിങ്ങളെല്ലാവരും പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ എന്താണ് പറയുന്നത്? അവനൊരു പ്രവാചകനാണോ? നിനക്കറിയില്ലേ അവനെ? അവന്റെ പേര് യോഹന്നാൻ. അവൻ സക്കറിയയുടെയും എലിസബത്തിന്റെയും പുത്രനാണ്. അവനെ പറ്റിയാണ് പ്രവാചകന്മാർ പറഞ്ഞതെന്ന് മുതിർന്നവർ പറയുന്നു. മിശിഹായോ? അല്ല, മിശിഹായല്ല. മിശിഹായുടെ വരവിനായി വഴിയൊരുക്കുന്നവൻ. ഓ, മിശിഹ വേഗം വരുമെന്നാണ് അതിന്റെ അർത്ഥം. അതെ, അങ്ങനെയാണ് പ്രവചനം പറയുന്നത്. അവൻ ഭയമില്ലാത്തവനാണ്. ഫരിസേയരോടും സദുക്കായരോടും അവൻ തുറന്നു സംസാരിക്കുന്നു. എനിക്ക് അവന്റെ ധൈര്യം ശരിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുവിൻ. ഈ ഒറ്റ വഴിയിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഗുരു, എന്നെ സ്നാനപ്പെടുത്താമോ? നാളെ ജോർദാൻ നദിയിലേക്ക് വരിക. അണലികളുടെ സന്താനങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്? നീ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? ഒരു വലിയ പ്രവാചകനാണെന്നാണോ? അവനെ വെറുതെ വിടുക. അവനെ പറ്റിയാണ് ഈസായ പ്രവാചകൻ പറഞ്ഞത്. അതായത് കർത്താവിന് വഴിയൊരുക്കുന്നവൻ. കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങൾ അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരാണെന്നോർത്ത് അഹങ്കരിക്കേണ്ട. ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. യോഹന്നാൻ നികുതി പിരിവുകാരുടെ അടുത്തു ചെന്നു. അത്യാഗ്രഹികളായ മനുഷ്യരെ, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഞങ്ങൾ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരായിരിക്കുകയില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത് ദോഷകരമായ ജോലിയാണ്. അതുവഴി ഞങ്ങൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ക്രോധം സമ്പാദിക്കുന്നു. എനിക്കൊരു ആശയം തോന്നുന്നു. എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് നമുക്ക് പ്രവാചകനോട് ചോദിച്ചാലോ? അതൊരു നല്ല ആശയമാണ്. വരൂ, നമുക്ക് പോയി അവനോട് ചോദിക്കാം. ആ സമയത്ത് കുറെ ധനികരായ മനുഷ്യർ ആ വഴി കടന്നുപോയി. അവരോട് യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിൽ 2 വസ്ത്രമുള്ളവർ ഒന്നുമില്ലാത്തവരുമായി പങ്കുവെക്കുക. നിങ്ങൾ വിശക്കുന്നവനെ തീറ്റുകയും ചെയ്യണം. അപ്പോൾ കുറെ ഭടന്മാർ അവന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം ഈടാക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന തുക കൊണ്ട് തൃപ്തിപ്പെടണം. ആ പ്രവാചകൻ ഇവിടെ ജനങ്ങളെ സ്നാനപ്പെടുത്താൻ പോവുകയാണോ?
അതെ, ഏത് സമയത്തും അയാൾ ഇവിടെ എത്തിച്ചേരും. ചുറ്റും നോക്കൂ, യൂദയായിലെ ജനങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അയാളുടെ വരവിന് കാത്തിരിക്കുന്നു. എല്ലാവരും പറയുന്നു അവൻ നമ്മൾ യുഗങ്ങളായി കാത്തിരിക്കുന്ന മിശിഹായാണെന്ന്. മറിയം, അവൻ മിശിഹയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവന്റെ വാക്കുകൾ ശക്തമാണ്. ഏയ്, ഗുരുവിന് വഴി കൊടുക്കുവിൻ, ദയവായി വഴി കൊടുക്കുവിൻ. എന്റെ സ്നേഹിത, മിശിഹായ്ക്ക് വഴിയൊരുക്കുകയാണ് എന്റെ ദൗത്യം. ഗുരു, നിങ്ങൾ മിശിഹായല്ലേ? മിശിഹ അവൻ വലിയവനാണ്, അവൻ എന്നേക്കാൾ ശക്തനാണ്. അവന്റെ ചെരുപ്പിന്റെ വാരഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. മിശിഹ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. പക്ഷേ ഗുരു, ഞങ്ങൾ എങ്ങനെ മിശിഹായെ തിരിച്ചറിയും? അവൻ തന്റെ വിളവ് കൊയ്യുവാൻ വേണ്ടിയാണ് വരുന്നത്. ഗോതമ്പ് അറപ്പുരകളിൽ ശേഖരിക്കപ്പെടുകയും പതിര് കെടാത്ത അഗ്നിയിൽ എറിയപ്പെടുകയും ചെയ്യും. ആ ദിവസം ധാരാളം പേർ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈശോ ജോർദാൻ നദിയിൽ എത്തിച്ചേർന്നു. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഗലീലിയയിൽ നിന്ന് ജോർദാനിൽ എത്തിയത്. യോഹന്നാൻ ഈശോയെ കണ്ടയുടനെ തന്നെ ഈശോയെ തിരിച്ചറിഞ്ഞു. ഈശോ, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, നമ്മൾ കാത്തിരിക്കുന്ന മിശിഹ ഇവനാകുന്നു. അങ്ങ് എന്നിൽ നിന്നും സ്നാനപ്പെടുവാൻ വന്നതാണോ? അതെ യോഹന്നാൻ. പക്ഷേ ഞാനല്ലേ അങ്ങിൽ നിന്നും സ്നാനപ്പെടേണ്ടത്? ഇപ്പോൾ ഇതുപോലെയാകട്ടെ. വിശുദ്ധ ലിഖിതം പൂർത്തിയാകുന്നതിന് ഇത് സംഭവിച്ചിരിക്കണം. യോഹന്നാൻ ഈശോയെ സ്നാനപ്പെടുത്തിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയും ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാ പോകുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്. ഗുരു, ഞങ്ങൾക്ക് ഈശോയുടെ കൂടെ കുറച്ചുനാൾ താമസിക്കാമോ? ഈശോയുടെ സമയം എത്തിയിരിക്കുന്നുവെന്ന് യോഹന്നാന് മനസ്സിലായതുകൊണ്ട് യോഹന്നാൻ തന്റെ ശിഷ്യരോട് ഈശോയെ അനുഗമിക്കുവാൻ പറഞ്ഞു. നിങ്ങൾ അവനെ അനുഗമിക്കണം, അവൻ വളരുകയും ഞാൻ ചെറുതാവുകയും ചെയ്യണം. ഇതിനിടയിൽ ഫരിസേയരും ലേവ്യരും യോഹന്നാനെ ജയിലിലടയ്ക്കുവാൻ പദ്ധതിയിടുകയായിരുന്നു. യോഹന്നാന്റെ പ്രബോധനങ്ങൾ അവരെ രോഷാകുലരാക്കി. അവൻ എന്തൊരു ധൈര്യമാണ് നമ്മളെ അണലികളുടെ സന്താനങ്ങളെ എന്ന് വിളിക്കുവാൻ. ഈ അഹങ്കാരത്തിന് അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതെ, ജനങ്ങൾ ഇപ്പോൾ നമ്മളെ ബഹുമാനിക്കാതെ ആയിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഈ കപടനാട്ടിക്കാരന് പിന്നാലെയാണ്. നമ്മൾ വേഗം പ്രവർത്തിക്കണം. അവനെതിരെ എങ്ങനെയാണ് രാജാവിന് മുന്നിൽ പരാതി സമർപ്പിക്കേണ്ടത്? അതൊരു നല്ല ആശയമാണ്. അവൻ രാജാവിനെ കുറിച്ച് മോശമായി സംസാരിച്ചത് നീ രാജാവിനെ അറിയിക്കുക. അതെനിക്ക് വിട്ടേക്കൂ. ഹെറോദ് രാജാവ് തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുക വഴി വലിയൊരു പാപം ചെയ്തെന്ന് യോഹന്നാൻ ജനങ്ങളോട് പറഞ്ഞു നടക്കുകയാണ്. കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ചതിന് രാജാവിനെ കുറ്റപ്പെടുത്തുവാൻ അവൻ ജനങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് രാജാവ് അവനെതിരായി ഒന്നും ചെയ്യാത്തത്? യോഹന്നാൻ പരിശുദ്ധനും നീതിമാനുമായ മനുഷ്യനാണെന്ന് വിശ്വസിച്ച് രാജാവ് യോഹന്നാനെ ഭയക്കുന്നു. അതുകൊണ്ട് അയാൾ രാജ്യനീളെ നടന്ന രാജാവിനെ പറ്റി മോശമായി സംസാരിക്കുമോ? എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ രാജ്ഞിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ രാജാവിന് വിവരം ധരിപ്പിച്ചോളും. അതെ, അതൊരു നല്ല ആശയമാണ്. ഇത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ അവനെ അഴിക്കുള്ളിലാക്കിയാൽ നമുക്ക് സ്വസ്ഥമായി തന്നെ ജീവിക്കാം. ഈ ദുഷ്ടരായ മനുഷ്യർക്ക് യോഹന്നാനെതിരായി രാജ്ഞിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഹെറോദിയ രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും യോഹന്നാനെ തുറുങ്കിലടയ്ക്കുകയും ചെയ്തു. പ്രഭു, അങ്ങേക്ക് എന്റെ പിറന്നാൾ ആശംസകൾ. സൈന്യാധിപന് നന്ദി. യൂദായിലെ രാജ്ഞിക്ക് എല്ലാവിധ ആശംസകൾ. വിരുന്നിന് വന്നതിന് നന്ദിയുണ്ട് ജനറൽ. പ്രഭു, അങ്ങേക്ക് പിറന്നാൾ ആശംസകൾ. അങ്ങേക്കും നന്ദി. ഈ മനോഹരമായ വിരുന്നിന് നിങ്ങൾ എല്ലാവരും വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവരും യഥേഷ്ടം ഭക്ഷണപാനീയങ്ങളും വീഞ്ഞു നുകരുക. പ്രഭു, ഇവിടെ കൂടിയിരിക്കുന്ന അതിഥികളോട് ഞാൻ ഒരു കാര്യം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ അറിയിപ്പ് എന്താണോ അവനെ? പ്രഭു, എന്റെ മകൾ സലോമിക്ക് എല്ലാവരുടെയും മുമ്പിൽ നൃത്തം ചെയ്യണമെന്നുണ്ട്. ഇത് ശരിക്കും അപ്രതീക്ഷിതമായിരിക്കുന്നു പ്രിയേ. അവിടെയുണ്ടായിരുന്നവർക്കെല്ലാം സലോമിയുടെ നൃത്തം ഇഷ്ടപ്പെട്ടു. എന്റെ പ്രഭു, രാജകുമാരി സലോമിയുടെ നൃത്തം വളരെ അവിശ്വസനീയമായിരിക്കുന്നു. ഞങ്ങൾ ശരിക്കും അവളുടെ നൃത്തം ആസ്വദിച്ചു. പ്രിയ സലോമി,
എന്റെ അടുത്ത് വരൂ. നിന്റെ പ്രകടനത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു. ഈ മനോഹരമായ വിനോദ സലോമി, ഇതല്ലേ നീ ആഗ്രഹിച്ചത്? ഇതാ, ഇതെടുത്തുകൊള്ളു. യോഹന്നാന്റെ ശിഷ്യന്മാർ ഈ വാർത്ത കേട്ടപ്പോൾ അവർ അമ്പരന്നുപോയി. അവർ അവന്റെ ശരീരം ഒരു കല്ലറയിൽ സംസ്കരിച്ചു. അത് വളരെ വേദനാജനകമാകുന്നു. സ്നാപക യോഹന്നാനെ വിശുദ്ധരിൽ ഏറ്റവും വലിയവനായി കണക്കാക്കുന്നു. 24 വർഷത്തോളം മരുഭൂമിയിൽ തനിയെ താമസിച്ചു. അവൻ ജനിച്ച നാൾ മുതൽ അവന്റെ ഹൃദയം രക്ഷകന്റെ സ്നേഹം കൊണ്ട് സ്പർശിക്കപ്പെട്ടിരുന്നു. ഈശോയെ കാണുന്നതിനും ഈശോയ്ക്ക് വഴിയൊരുക്കുവാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഈശോയെ കാണുകയും സ്നാനപ്പെടുത്തിയിട്ടും അവൻ ഈശോയെ അനുഗമിച്ചില്ല. പകരം താൻ തന്റെ കർത്തവ്യം നടത്തിക്കൊണ്ടിരിക്കുകയും തന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും ഈശോയുടെ പക്കലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. അത് വിശ്വാസത്തിന്റെ ഒരു വലിയ ഉദാഹരണമാകുന്നു അങ്കിൾ. എന്നാണ് വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്? കത്തോലിക്ക തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാൾ 2 ദിവസങ്ങളിലായി അനുസ്മരിക്കുന്നു. ജൂൺ 24-ാം തീയതി വിശുദ്ധന്റെ ജന്മദിനമായി ആഘോഷിക്കുകയും ഓഗസ്റ്റ് 29-ാം തീയതി തലവിച്ഛേദന ദിനമായും കൊണ്ടാടുന്നു. ഈ പ്രവാചകന്റെ മനോഹരമായ കഥ ഞങ്ങളോട് വിവരിച്ചതിൽ അങ്കിളിന് നന്ദി. മിശിഹയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ച ഒരു പ്രവാചകൻ. കുട്ടികളെ, നിങ്ങളോട് ഇത് പറയാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതെപ്പോഴും എന്റെ സന്തോഷമാണ്. ശരി, ഇന്നത്തേക്ക് ഇത് മതി. ഗുഡ് ബൈ. ഗുഡ് ബൈ ബൈ അങ്കിൾ. ഇപ്രാവശ്യം ഞാൻ വെളുത്തതെടുക്കും. പറ്റില്ല ജിം, നിനക്കറിയില്ലേ എപ്പോഴും ഞാൻ വെള്ളയാണ് എടുക്കുന്നതെന്ന്. എന്തുകൊണ്ട് നിനക്ക് കറുപ്പിഷ്ടമല്ല? ഒന്നുമില്ല, എനിക്ക് വെളുത്ത നിറം ഇഷ്ടമായത് കൊണ്ട് മാത്രം. അപ്പോൾ നിനക്ക് കറുത്ത നിറം ഇഷ്ടമേ അല്ലേ? അല്ല ജിം, എനിക്ക് വെളുപ്പ് കറുപ്പിനേക്കാൾ ഇഷ്ടമാണെന്ന് മാത്രം. ഓ, എന്നാൽ എന്തു പറയുന്നു മനുഷ്യരുടെ മുടിയുടെ നിറത്തെ പറ്റി? ഭൂരിപക്ഷം മനുഷ്യരുടെയും കൃഷ്ണമണി കറുപ്പാണ്. ജിം, അത് വേറെ കാര്യം. നമ്മൾ സംസാരിക്കുന്നത് കളിയെ പറ്റിയാണ്. എന്നാൽ എന്തുകൊണ്ട് നീ വെളുപ്പൊത്തിരി ഇഷ്ടപ്പെടുന്നു? വെളുപ്പ് മാലാഖമാരുടെ നിറമായത് കൊണ്ടായിരിക്കാം. ഓ ശരി, എന്നാൽ നീ വെളുപ്പെടുത്തോ. ഹേ, ഒരു നിമിഷം, നിനക്കറിയാമോ മാലാഖമാരിൽ ആരാണ് മുഖ്യനെന്ന്? എനിക്ക് തോന്നുന്നത് പ്രധാന മാലാഖ എന്ന് പറയുന്ന ആളല്ലേ? എന്താണ് മാലാഖയുടെ പേര്? അവന്റെ പേര് മിഖായേൽ മാലാഖ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ.
ഹലോ ജിം, ജോവാൻ, നിങ്ങൾ എന്താണ് മിഖായേൽ മാലായെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അങ്കിൾ വരുമ്പോൾ ഞങ്ങൾ മാലാഖമാരെ പറ്റി സംസാരിക്കുകയായിരുന്നു. എനിക്കൊരു സംശയമുണ്ട് അങ്കിൾ. മാലാഖമാരെ നയിക്കുന്നത് മിഖായേലാണെങ്കിൽ ചെകുത്താന്മാരെ നയിക്കുന്നത് ആരാണ്? അത് ചെകുത്താന്മാരുടെ മുഖ്യനായ ലൂസിഫർ ആണ്. അങ്കിൾ, ലൂസിഫർ എപ്പോഴും തോൽക്കുന്നു. അതുകൊണ്ടാണോ അവന് ആ പേര് കിട്ടിയത്? ആയിരിക്കാം, പക്ഷെ എനിക്കറിയില്ല. നിങ്ങൾക്ക് മുഖ്യദൂതനായ മിഖായേൽ മാലാഖയുടെ കഥ കേൾക്കണോ? തീർച്ചയായും. ഞാൻ പറയാൻ പോകുന്ന കഥ വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ സ്വർഗത്തിൽ ഒരു ഉഗ്ര പോരാട്ടം നടന്നു. ചെകുത്താന്മാരുടെ പടയെ നയിച്ചത് 7 തലയും 10 കൊമ്പുമുള്ള ഒരു വ്യാളിയായിരുന്നു. വ്യാളിയും പടയും സ്വർഗത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ മിഖായേൽ മാലാഖമാരുടെ പടയുമായി അവിടെ എത്തി. വരൂ എന്റെ സൈന്യമേ, വ്യാളിയെയും അവന്റെ പടയെയും പടയുക. തീർച്ചയായും പ്രഭു, അങ്ങയുടെ ദാസനായ മിഖായേൽ അത് ചെയ്തിരിക്കും. വ്യാളി മാലാഖമാരുടെയും അവരുടെ സൈന്യത്തിന്റെ മേലും തീ ഊതിക്കൊണ്ടേയിരുന്നു. പിന്നീട് അവൻ അവന്റെ സൈന്യത്തിന് നേരെ അലറി. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ എന്റെ വയറ്റിൽ നിന്ന് അവരുടെ മേൽ തീ ഊതും. അവർ മരിച്ചു വീഴുമ്പോൾ അവരെ കുന്തം കൊണ്ട് കുത്തുവാനായി ഒരുങ്ങിയിരിക്കുക. ആക്രമിക്കൂ! ഈ സമയത്ത് മിഖായേൽ മാലാഖ വ്യാളിയുടെ മുകളിൽ പറന്നു വന്ന് വ്യാളിയുടെ 6 തലയും വെട്ടിക്കളഞ്ഞു. നീ അത് കണ്ടോ? നിനക്കറിയാമോ എന്തിനാണ് ഞാൻ ഒരു തല ബാക്കി നിർത്തിയതെന്ന്? മറ്റൊന്നിനു വേണ്ടിയല്ല. നീ പരാജയപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ മുൻപിൽ തലകുനിക്കുവാൻ വേണ്ടിയാണ്. നീ ബുദ്ധിയില്ലാത്ത വീട്ടി, എന്റെ ഒരു തല നിന്റെ 10 തലയ്ക്ക് തുല്യമാണ്. നീ എന്റെ പടയെ തോൽപ്പിക്കാൻ പോകുന്നില്ല. കർത്താവായ ദൈവത്തെ വെല്ലുവിളിക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? സ്വർഗം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ ദൈവത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നാം വിധിക്കപ്പെട്ടിട്ടുണ്ടായാലേ വിജയം എന്റെ പക്ഷത്താണെന്ന് നിനക്ക് മനസ്സിലാവും. ഇല്ല, വിജയം കർത്താവിന്റെ ഔദാര്യം അനുഭവിക്കുന്നവരുടെ ഭാഗത്ത് മാത്രമായിരിക്കും. വ്യാളി അവന്റെ ദൈവത്തെ വെല്ലുവിളിച്ചത് മിഖായേലിനെ ശരിക്കും ദേഷ്യപ്പെടുത്തി. അതുകൊണ്ട് മിഖായേൽ മുന്നോട്ടു പോയി വ്യാളിയെ വെട്ടി വീഴ്ത്തി. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രക്ഷകനായ എന്റെ ദൈവത്തിന് മഹത്വവും സ്തുതികളും ഉണ്ടാവട്ടെ. സ്വർഗവും സ്വർഗവാസികളും ആനന്ദിക്കുമെൻ. ജഗത്താനും അവന്റെ സൈന്യവും തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അത് തീർച്ചയായും നല്ലൊരു പോരാട്ടമായിരുന്നു. അതെ അങ്കിൾ, ഇതൊരു നല്ല കഥയാണ്. കുട്ടികളെ, ഇങ്ങനെയാണ് ചെകുത്താനും മുഖ്യദൂതനായ മിഖായേൽ മാലാഖയും തമ്മിലുള്ള പോരാട്ടം യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. മുഖ്യമാലാഖയായ മിഖായേലാണോ സൈന്യത്തിന്റെ മധ്യസ്ഥൻ? പോലീസിന്റെയും പട്ടാളത്തിന്റെയും മാത്രമല്ല, വ്യാപാരികളുടെയും നാവികരുടെയും രോഗികളുടെയും മധ്യസ്ഥനാണ് മുഖ്യദൂതനായ മിഖായേൽ മാലാഖ. എന്നാൽ അങ്കിൾ, എന്തുകൊണ്ട് രോഗികൾക്കു വേണ്ടി? രോഗശാന്തി നൽകുന്നതിനായാണ് ആദ്യകാല ക്രിസ്ത്യാനികൾ മിഖായേലിനെ കണ്ടിരുന്നത്. മുഖ്യദൂതന്റെ കർത്തവ്യങ്ങൾ എന്താണ് അങ്കിൾ? കത്തോലിക്ക സഭ മുഖ്യമാലാഖയെ 4 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ദൈവത്തിന്റെ സൈന്യത്തിന്റെ നായകനാകുന്നതാണ് പ്രധാനപ്പെട്ട കർത്തവ്യം. ഇതുകൊണ്ടാവാം മിഖായേൽ മുഖ്യമാലാഖ എന്നറിയപ്പെടുന്നത്. അതെ ജോവാൻ, കയ്യിലൊരു ത്രാസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ത്രാസ്? അതൊരു വാള് തന്നെ ആയിരിക്കില്ലേ അങ്കിൾ? അതെ, എന്നാൽ ചില ചിത്രങ്ങളിൽ അവൻ ത്രാസ് പിടിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. എന്താണ് ഈ ത്രാസിന്റെ അർത്ഥം അങ്കിൾ? അതവന്റെ 2ാമത്തെ കർത്തവ്യമാണ്. ആത്മാക്കളെ വളരെ കൃത്യമായി ഒരു ത്രാസിൽ തൂക്കുകയാണ് അവന്റെ 2ാമത്തെ കർത്തവ്യം. പുണ്യവും പാപവും ആധാരമാക്കിയാണ് അളക്കപ്പെടുന്നത്. ഓ, ശരിയാണ്. ഇതിൽ ശരിക്കും കാര്യമുണ്ട്. പുണ്യത്തിന്റെ യോഗ്യതയെ വിധിക്കുവാൻ പറ്റിയ ആൾ ചെകുത്താന് എതിരായി നിന്ന പടയാളി. പക്ഷെ ജനങ്ങളെ തെറ്റായ വഴിയിൽ നിന്ന് പിന്തിരിയാൻ ഈ മാലാഖ സഹിക്കില്ല. ശരിയാണ് ജോവാൻ, അതാണ് അവന്റെ 3ാമത്തെ കർത്തവ്യം. മരണത്തിനു മുമ്പ് രക്ഷപ്പെടാനായി അവൻ മനുഷ്യർക്ക് ഒരവസരം കൊടുക്കുന്നു. അവനെ മരണത്തിന്റെ മാലാഖ എന്നാണ് വിളിക്കുന്നത്. അവനാണ് എല്ലാ മരിച്ച ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ എന്താണ് അവന്റെ 4ാമത്തെ കർത്തവ്യം? സഭയുടെ കാവൽക്കാരനാകുന്നതാണ് 4ാമത്തെ കർത്തവ്യം. പഴയ നിയമത്തിൽ മിഖായേൽ മാലാഖയെ ഇസ്രായേൽക്കാരുടെ കാവൽക്കാരനായി കണക്കാക്കുന്നു. ഇന്ന് മിഖായേൽ മാലാഖ സഭയുടെ പ്രധാന കാവൽക്കാരനാണ്. അങ്ങൾ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ കാത്തുരക്ഷിച്ചതെന്ന് പറയാമോ? തീർച്ചയായും.
ഡാനിയേലിന് മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ബാബിലോണിലെ ഡാനിയേലോ? അതെ ജിം. ഡാനിയേലിന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഡാനിയേലിന് ഇസ്രായേലിന്റെയും മറ്റു സാമ്രാജ്യങ്ങളുടെയും ഭാവിയെ പറ്റിയുള്ള ദർശനങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. ഒരു ദിവസം ഡാനിയേൽ ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മാലാഖ അവന് പ്രത്യക്ഷപ്പെടുകയും അവൻ ഭയന്ന് നിലത്ത് വീഴുകയും ചെയ്തു. എന്ത്? ദാനിയേൽ, എഴുന്നേൽക്കുക. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ഉത്തരമായി എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചതാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് 21 ദിവസമായി. എനിക്കറിയാം. ആദ്യത്തെ ദിവസം തന്നെ എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചതാണ്. പക്ഷേ പേർഷ്യയിലെ രാജകുമാരൻ എന്നെ തടഞ്ഞു നിർത്തി. എന്നാൽ എങ്ങനെ ഇവിടെ വരാൻ അങ്ങേക്ക് സാധിച്ചു? ദൈവം മുഖ്യ മാലാഖയായ മിഖായേൽ മാലാഖയെ എന്നെ സഹായിക്കുന്നതിന് വേണ്ടി അയക്കുകയും പേർഷ്യയിലെ രാജകുമാരനിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്തു. ഭാവിയിൽ നിന്റെ ജനതയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് വിവരിക്കുവാനാണ് ഞാൻ വന്നത്. ഞാൻ പേർഷ്യയിൽ തിരിച്ചു ചെന്ന് രാജകുമാരനുമായി പോരാടും. മുഖ്യ മാലാഖയായ മിഖായേൽ മാലാഖയല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കുകയുമില്ല. തെക്കും വടക്കുമുള്ള രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഈജിപ്ത് നശിച്ചു പോകും. ആ സമയത്ത് നിങ്ങളുടെ ജനതയെ സംരക്ഷിക്കുന്ന മുഖ്യ മാലാഖയായി മിഖായേൽ മാലാഖ വരുന്നതായിരിക്കും. അപ്പോൾ ഇസ്രായേലിന് എന്ത് സംഭവിക്കും? സത്യത്തിന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ടവരെല്ലാം എന്നേക്കുമായി രക്ഷപ്പെടും. മാലാഖ പ്രവചിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. മുഖ്യ മാലാഖയായ മിഖായേലാണ് അവരെ യുദ്ധത്തിൽ ജയിക്കുവാൻ സഹായിച്ചത്. അങ്കിൾ, ആധുനിക സഭയിൽ ആർക്കെങ്കിലും മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ശരിയാണ് ജോവാൻ. 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോമിനെ ഭയങ്കരമായ പ്ലേഗ് ആക്രമിച്ചപ്പോൾ വിശുദ്ധ മിഖായേൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ പകർച്ചവ്യാധിയിൽ നിന്ന് മാലാഖ ജനങ്ങളെ രക്ഷിച്ചോ? തീർച്ചയായും. വിശുദ്ധ മിഖായേൽ റോമിലുള്ള ഹാഡ്രിയാന്റെ കല്ലറയുടെ മുകളിൽ ഒരു വാളുമായി പ്രത്യക്ഷപ്പെട്ടു. ഗ്രിഗറി 1 മാർപ്പാപ്പ റോമിന്റെ രക്ഷയ്ക്കായി വിശുദ്ധ മിഖായേലിനോട് പ്രാർത്ഥിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്ലേഗ് അവസാനിച്ചതിന് ശേഷം ഹാഡ്രിയാന്റെ കല്ലറ പരിശുദ്ധ മാലാഖയുടെ കൊട്ടാരം എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുകയും ഉണ്ടായി. അങ്കിൾ, വിശുദ്ധ മിഖായേലിന്റെ ജപമാല എന്നു കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാമോ? അങ്കിൾ, അതെന്താണെന്ന് പറഞ്ഞു തരാമോ? ശ്രദ്ധിച്ചു കേൾക്കൂ. അതെന്താണെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുവാനുള്ള 55 മണികളുള്ള ഒരു ജപമാലയാണ്. ഈ ഭക്തി നിർഭരമായ ആചാരം സഭയിൽ എന്നാണ് തുടങ്ങിയത്? 1971 ദൈവദാസി സിസ്റ്റർ അന്റോണിയോ എന്ന പോർച്ചുഗീസ് കന്യാസ്ത്രീക്ക് വിശുദ്ധ മിഖായേലിന്റെ ഒരു വെളിപാടുണ്ടായി. പ്രത്യേകമായ 9 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് മിഖായേൽ മാലാഖ ആ കന്യാസ്ത്രീയോട് പറഞ്ഞു. ഇതാണ് ഇന്ന് നാം അറിയുന്ന പ്രസിദ്ധമായ വിശുദ്ധ മൈക്കിളിന്റെ ചാപ്പലേറ്റ് അല്ലെങ്കിൽ ജപമാല. വിശുദ്ധ മിഖായേൽ കന്യാസ്ത്രീക്ക് വെളിപ്പെടുത്തിയ 9 പ്രാർത്ഥനകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വേണം, ഞങ്ങളോട് പറയൂ അങ്കിൾ. ഒരു നിമിഷം, ഞാനൊരു പേപ്പറും പെൻസിലും എടുക്കട്ടെ. നമുക്ക് തുടങ്ങാം. ശരി അങ്കിൾ, ദയവായി പറയൂ. കാരുണ്യത്തിന്റെ ജ്വാലയിൽ വളരണം എന്നതാണ് ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമതായി പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കണം. മൂന്നാമതായി നമ്മുടെ ഹൃദയങ്ങൾ വിനീതമാക്കണം. നാലാമതായി മാനുഷിക ദൗർബല്യങ്ങളെ ജയിക്കുവാൻ നാം ശീലിക്കണം. അഞ്ചാമതായി നമ്മുടെ ആത്മാവിനെ പാപം ചെയ്യുവാനുള്ള പ്രേരണയിൽ നിന്നും പാപത്തിൽ നിന്നും അകറ്റി നിർത്തുക. ആറാമതായി നമ്മുടെ ആത്മാവിനെ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. ഏഴാമതായി ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരായിരിക്കണം. എട്ടാമതായി സ്വർഗരാജ്യം അവകാശമാക്കാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അവസാനമായി ഈ ജീവിതം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയാണെന്ന് അറിയുക. ഇത് വളരെ നന്നായിരിക്കുന്നു അങ്കിൾ. ഈ ഭക്തി ആചരിക്കുന്നവർക്ക് മിഖായേൽ മാലാഖ എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? മുഖ്യ മാലാഖ അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ് ജോവാൻ. ഈ 9 പ്രാർത്ഥനകൾ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാലാഖമാരുടെ ശ്രദ്ധയും സംരക്ഷണവും നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകും. വാവ്, നമ്മൾ മാലാഖമാരാൽ സംരക്ഷിക്കപ്പെടുന്നത് ഒരു വലിയ അനുഭവം തന്നെയായിരിക്കില്ലേ അങ്കിൾ? അങ്കിൾ, ഇന്നു മുതൽ ഞങ്ങൾ വിശുദ്ധ മിഖായേലിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. വളരെ നല്ലതാണ് കുട്ടികളെ. വിശുദ്ധ മിഖായേൽ തീർച്ചയായും നിങ്ങളെ കാക്കുകയും നയിക്കുകയും ചെയ്യും. വിശുദ്ധ മിഖായേലിന്റെ മനോഹരമായ കഥ പറഞ്ഞു തന്നതിന് അങ്കിളിന് നന്ദി. ഓക്കെ, ബൈ കുട്ടികളെ. ബൈ അങ്കിൾ.